നല്ല എരിവും മധുരവും പുളിയുള്ളൊരു വെറൈറ്റി ഐറ്റം. ചോത്ത ചക്കയാണ് അയാൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്തിനാണ് 1 കിലോ ഉള്ളത്. മാങ്ങ ശർക്കരയിൽ വന്നപ്പോഴേ ശരിക്കും ഈത്തപ്പഴം ടേസ്റ്റ് വരാം കണ്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തതൊരു വ്ളോഗാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളടങ്ങിയ ചെറിയൊരു വ്ളോഗ്. കൂടെ പച്ചമാങ്ങ കൊണ്ടുള്ളൊരു മധുരമുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഉമ്മയുടെ ഹെൽപ്പറാണ്. രാവിലെ വന്ന് മുറ്റമടിയൊക്കെ കഴിഞ്ഞിട്ട് ചെടി തെങ്ങിനൊക്കെ ഒന്ന് നനയ്ക്കുകയാണ്. ഇപ്പോൾ വേനലല്ലേ. ഈ തെങ്ങുമലൊക്കെ പോരുമോളെ വെള്ളക്കൊക്കെ വാടി കുറഞ്ഞു പോരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി കിച്ചണിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ മടുത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് ആയിരിക്കുള്ളൂ. വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് പോകുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ കുറച്ച് റെസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരിയാണെങ്കിൽ സ്പീഡിൽ എല്ലാം കുക്കിങ്ങൊക്കെ കഴിക്കും. നല്ല ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. ഇപ്പോൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറി ഉണ്ടാക്കാൻ വേണ്ടി താളിക്കുകയാണ്. വാപ്പയ്ക്കും ഇവിടെ പ്രായത്തിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു സപ്പോർട്ട് വേണം. അപ്പോൾ അതിനുള്ളൊരു ഹെൽപ്പറാണ് പുള്ളിക്കാരൻ. വീഡിയോ കണ്ടപ്പോൾ കുറച്ച് നാളായി. അപ്പം അതിനിടയിൽ പുള്ളിക്കാരി നല്ല പഴുത്ത വരിക്കച്ചക്ക മുറിച്ചെടുക്കുകയാണ്. ചുളയൊക്കെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഉമ്മ അതുപോലെ ചക്ക കിട്ടുമ്പോൾ ഞങ്ങൾക്ക് അത് വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് വെക്കും ഫ്രിഡ്ജിൽ. വന്നപ്പോൾ എടുത്ത് ചുള പറിച്ചെടുക്കുകയാണ്. നല്ല മധുരമുള്ള ചക്കയായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചക്ക മുറിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ചെറിയ ചെറിയ പീസായി വാറിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ തന്നെ അത് മുറിച്ചിട്ട് ചുള പറിച്ച് കഴിക്കണം. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. പറിച്ച് പ്ലേറ്റിൽ വെച്ചിട്ടാണ് എല്ലാവർക്കും കൊടുക്കുക. ഇതിപ്പോൾ പറവൂര് മനമ്പം ഭാഗത്തുനിന്ന് വരുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ അത് ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ വരാറുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കൊണ്ടുവരും. അപ്പോൾ മീൻ അത്യാവശ്യം വരുന്ന വഴിക്കൊക്കെ കൊടുത്തിട്ടാണ് ഈ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് തീരാറായിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമീൻ കണ്ടപ്പോൾ വാങ്ങിയതാണ് ഉമ്മ. ഒരു കിലോ ഉള്ളത് അല്ലേ. അതിനിടയിൽ അപ്പം ഉണ്ടാക്കലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വെള്ളയപ്പം കടലക്കറിയാണ്. ഇതിപ്പോൾ പാക്കറ്റിൽ നമ്മൾ അപ്പത്തിൻ്റെ പൊടി വാങ്ങാൻ കിട്ടും. അത് തേങ്ങാപ്പാലിൽ ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ 20-25 മിനിറ്റൊക്കെ വെക്കുമ്പോഴത്തേനും അത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഇപ്പോൾ കടലക്കറി റെഡി ആയിട്ടുണ്ട്. കറുത്ത കടലയാണത്. അപ്പോൾ അത് പച്ച തേങ്ങ അരച്ചിട്ടുള്ള കറിയാണത്. നമ്മൾ ശരിക്കും വറുത്തരച്ചിട്ടൊക്കെ വെക്കാറില്ലേ. ഇത് പച്ച തേങ്ങയും വെളുത്തുള്ളി പെരിഞ്ചീരമൊക്കെ ചേർത്തിട്ട് പച്ചക്കറി അരച്ചിട്ട് ചേർക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണത്. അപ്പോൾ അച്ചാറുണ്ടാക്കാനുള്ള മാങ്ങ ഇതേ രീതിയിൽ നല്ല കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മധുരക്കപ്പയുടെ തൈയാണ്. ഫുള്ളായിട്ട് പടർന്ന് വരും കേട്ടോ. അപ്പം പറിക്കാനായിട്ടില്ല കേട്ടോ, കുറച്ചുകൂടെ കഴിയണം. ഇനി നമുക്ക് ഈ മാങ്ങ വെച്ചിട്ടുള്ള ഈ ഒരു വെറൈറ്റി അച്ചാറുണ്ടാക്കാം. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നു കേട്ടോ. എണ്ണ ചേർത്താലും മതി. അപ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലൊക്കെ വറുത്ത് കുറച്ച് ഉണക്കമുളകൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ മാങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മാങ്ങ ഇതുപോലെ കട്ടി കുറച്ച് അരിയുന്നതാണ് നല്ലത്. അപ്പോൾ എളുപ്പത്തിലായിട്ടില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് ചെറിയ തീയിലൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇതേ രീതിയിൽ മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ, കുമിൻ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മാങ്ങയ്ക്കനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കാശ്മീരി മുളക് ചേർത്താലും നല്ലതാണ്, നല്ല കളർഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യം എരിവൊക്കെ വേണമല്ലോ. അത് പച്ചാറെന്ന് പറയാൻ പറ്റില്ല, ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് ഈ രീതിയിൽ ഉണ്ടാക്കി വെച്ച്. ഇപ്പം മാങ്ങയുടെ സീസണല്ലേ. ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ, ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ മധുരത്തിന് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 4 പീസ് ചെറിയ പീസ് വെല്ലം പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കര എടുക്കുമ്പോൾ ബ്ലാക്ക് കളർ ശർക്കരയാണ്, ചിലപ്പോൾ മണ്ണുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കണം. ഇനി ഇത് കുറച്ച് സമയം ഏകദേശം ഒരു 5 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി കണ്ടോ. അപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റായി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സമയമൊന്നും ഇട്ട് വേവിക്കണ്ട. നല്ല പച്ചമാങ്ങയുടെ സീസണല്ലേ ഇപ്പോൾ ഇത്. അപ്പോൾ ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഐറ്റം കേട്ടോ. മധുരവും എരിവും പുളിയൊക്കെ ഉള്ളൊരു കറിയെന്ന് പറയണ്ട, ഒരു അച്ചാർ. കണ്ടിട്ട് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒരു രക്ഷയില്ല. അയ്യോ, ഈത്തപ്പഴം പോലെ തോന്നുന്നുണ്ടല്ലോ ഇത്. മാങ്ങ ശർക്കരയിൽ വന്നപ്പോഴേ ശരിക്കും ഈത്തപ്പഴം ടേസ്റ്റ് പോലെ കണ്ടോ.